വിക്ഷേപിച്ച മിസൈലുകൾ ആകാശത്തു വെച്ചു തന്നെ വെണ്ണ പോലെ ഉരുകിത്തീരും. കേൾക്കാൻ അല്പം വിശ്വാസക്കുറവ് തോന്നുമെങ്കിലും ഇറാനെ പൂട്ടാൻ അമേരിക്ക ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എത്ര ഭയാനകമാണ് എന്നതിന്റെ നേർക്കാഴ്ചയാണ് അമേരിക്കയുടെ സ്പേസ് ഫോഴ്സ്. പെന്റഗണിന്റെ കീഴിലുള്ള അത്യാധുനിക ലേസർ ആയുധങ്ങളും ബഹിരാകാശത്തെ അദൃശ്യ കണ്ണുകളും കൈകോർക്കുമ്പോൾ ശത്രു ഇറാൻ എന്നല്ല, സാക്ഷാൽ ലൂസിഫർ വരെ ചാരമായി പോവും. മിസൈലുകൾ ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ അവയെ വായുവിൽ വെച്ച് നിഷ്പ്രഭമാക്കുന്ന അമേരിക്കയുടെ ഈ ഹൈടെക് പ്രതിരോധ തന്ത്രങ്ങൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുകയാണ്. ഇതിനു പിന്നിലെ സാങ്കേതിക രഹസ്യങ്ങൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ഈ യുദ്ധത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അമേരിക്കയുടെ ലേസർ ആയുധങ്ങളുടെ പ്രയോഗമാണ്. ഇന്റഗ്രേറ്റഡ് ഒപ്റ്റിക്കൽ ഡാസ്ലർ ആൻഡ് സർവേലൻസ് അഥവാ ഹീലിയോസ് എന്ന ഹൈ എനർജി ലേസർ സിസ്റ്റം ഇറാൻ തീരത്തെ US നേവി ഡിസ്ട്രോയർ കപ്പലുകളിൽ വിന്യസിച്ചതായാണ് സൂചനകൾ. US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വീഡിയോകളിൽ ഇതിന്റെ സൂചനകളുമുണ്ട്. ഡ്രോണുകളെയും മിസൈലുകളെയും നിമിഷ നേരം കൊണ്ട് കരിച്ചു കളയാൻ ശേഷിയുള്ള അതിതീവ്രമായി ഫോക്കസ് ചെയ്ത എനർജി ബീമുകളാണ് ഈ ലേസർ ആയുധങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ റോക്കറ്റുകൾ വിക്ഷേപിച്ച ഉടൻ തന്നെ വായുവിൽ ചിന്നിച്ചിതറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇസ്രയേൽ അയൺ ബീം ആയുധങ്ങൾ വിന്യസിച്ചതായും ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ഈ വർഷം ആദ്യം നടന്ന പരീക്ഷണങ്ങളിൽ ഹീലിയോസ് 4 ഡ്രോണുകൾ തകർത്തിരുന്നു. യുദ്ധത്തിന്റെ ആദ്യ 72 മണിക്കൂറിനുള്ളിൽ US സൈന്യം 1700-ലധികം ലക്ഷ്യങ്ങളാണ് ഇറാനിൽ തകർത്തെറിഞ്ഞത്. ഇതിൽ 200-ലധികം ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളും ഉൾപ്പെടുന്നുണ്ട്. വിക്ഷേപിച്ച ഉടൻ തന്നെ ഈ മിസൈലുകൾ കണ്ടെത്താൻ US ബഹിരാകാശ സേന വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. ഉപഗ്രഹങ്ങളിലെ ഇൻഫ്രാറെഡ് സെൻസറുകൾ വഴി റോക്കറ്റുകൾ വിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന താപം തിരിച്ചറിഞ്ഞ് നിമിഷങ്ങൾക്കകം തന്നെ കരസേനയ്ക്ക് വിവരങ്ങൾ കൈമാറും. 2019 ആരംഭിച്ച ഈ ബഹിരാകാശ പരിപാടിയാണ് ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ അമേരിക്കയെ ഇത്രത്തോളം കരുത്തരാക്കുന്നത്. എവിടെ എപ്പോൾ ആക്രമിക്കണമെന്നും മിസൈലുകൾ എവിടെയാണ് പതിക്കുക എന്നും സ്പേസ് ഫോഴ്സ് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. ഈ അത്യാധുനിക സംവിധാനത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗമാണ് റഡോംസ് എന്നറിയപ്പെടുന്ന റഡാർ ഡോമുകൾ. ഗോൾഫ് ബോൾ പോലുള്ള വലിയ ഘടനകളാണിത്. ഉപഗ്രഹങ്ങൾ, റഡാറുകൾ, റഡോമുകൾ എന്നിവ ചേർന്ന് നിർമ്മിക്കുന്ന വിപുലമായ മുൻകൂർ മുന്നറിയിപ്പ് ശൃംഖലയാണ് അമേരിക്കയുടെ വിജയരഹസ്യം. ഇതിനുള്ളിൽ ഇരുന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന ജീവനക്കാർക്ക് മിസൈൽ വിക്ഷേപണങ്ങളെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ അപ്പോൾ ലഭിക്കും. ലക്ഷ്യസ്ഥാനം മനസ്സിലാക്കി പാത കണക്കാക്കി അവയെ വായുവിൽ തന്നെ നശിപ്പിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. അമേരിക്കൻ പക്ഷത്ത് നാശനഷ്ടങ്ങൾ കുറയുന്നതിന്റെ പ്രധാന കാരണവും ഈ സാങ്കേതിക മേൽക്കോയ്മ തന്നെയാണ്. സ്പേസ് ഫോഴ്സിനൊപ്പം US സൈബർ കമാൻഡും കൈകോർക്കുമ്പോൾ ഇറാന്റെ പ്രതിരോധം പൂർണ്ണമായും തകരുകയാണ്. ശത്രുവിന്റെ റഡാറുകളെ ജാം ചെയ്യുകയും ആശയവിനിമയ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുന്നതിലൂടെ ഇറാന്റെ സൈന്യത്തെ അക്ഷരാർത്ഥത്തിൽ അമേരിക്ക അന്ധരാക്കി മാറ്റിയിരിക്കുകയാണ്. സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞു കയറുകയും അത് അടച്ചുപൂട്ടുകയും ചെയ്യുന്ന ഈ തന്ത്രം ഇറാന്റെ മിസൈൽ വേഗതയെ ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആദ്യ വെടി ഉതിർക്കുന്നതിന് മുമ്പ് തന്നെ ഇറാനിൽ ഉടനീളമുള്ള ആശയവിനിമയ ശൃംഖലകൾ ആക്രമിച്ചതായി ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ വെളിപ്പെടുത്തിയിരുന്നു. ഇത് ഇറാൻ പക്ഷത്ത് വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചത്. ലേസർ ആയുധങ്ങളും സൈബർ ആക്രമണങ്ങളും ലോകത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ ആധുനിക യുദ്ധം പുതിയൊരു തലത്തിലേക്ക് മാറി മാനവരാശിയെ ഭയപ്പെടുത്തുകയാണ്. ഇത്രയും വലിയ സാങ്കേതിക മേൽക്കോയ്മയ്ക്ക് മുന്നിൽ ഇറാന്റെ യുദ്ധമുറകൾ പരാജയപ്പെടുമോ? പശ്ചിമേഷ്യയിൽ ഇനി എന്ത് അത്ഭുതങ്ങളാണ് സ്പേസ് ഫോഴ്സ് കാട്ടിവെക്കുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.